അർജുനെ അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരായി കണക്കാക്കുന്നവരാണ് എന്നുള്ളതാണ് ഈ കാഴ്ചകളെ ഏറ്റവും വികാരവായ്പുള്ളതാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. ഏതായാലും 11:30 മണിയാണ് നേരത്തെ നിശ്ചയിച്ച സമയം. ആ നിശ്ചയിച്ച സമയത്ത് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്കും കടക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഈ വലിയ ആൾക്കൂട്ടത്തെ ഇങ്ങോട്ടേക്ക് നയിക്കുകയും ആ വലിയ ആൾക്കൂട്ടം അർജുനു വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി ഏറ്റവും ഒടുവിൽ സംസ്കാര ചടങ്ങുകളിലേക്കാണ് ഇനി കടക്കേണ്ടത്. സംസ്കാര ചടങ്ങിൽ ഈ ചിതയിലേക്കും അർജുൻ്റെ ഭൗതിക ശരീരം എടുക്കുന്നതിനും ഇനി അല്പസമയം കൂടി ബാക്കിയുണ്ട്. നേരത്തെ നിശ്ചയിച്ച സമയം 11 മണിയായിരുന്നെങ്കിൽ ഇപ്പോൾ 10:55 ആയിരിക്കുന്നു. 11 മണിയോടുകൂടി തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കാനും വേണ്ടി സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ആൾക്കൂട്ടം മുഴുവൻ ഇവിടെ നിന്നൊക്കെ ഒഴുകിയെത്തിയ ആൾക്കൂട്ടമാണ്. ആരാരും നേരത്തെ അർജുനെ പരിചയമുള്ളവരല്ല, ആരാരും നേരത്തെ അർജുനെ പരിചയപ്പെട്ടവരോ അല്ല. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 70 ദിവസം കൊണ്ട് അർജുൻ ഏറ്റവും വേണ്ടപ്പെട്ടവരായി തീർന്നവരാണ്. അവരൊക്കെ അർജുന് യാത്രാമൊഴി നൽകി ഇവിടെ ഈ വീട്ടുമുറ്റത്ത് നിന്ന് അർജുൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം ചിതയിലേക്ക് എടുക്കും എന്നുള്ളതാണ്. ഇവിടെ നിന്നൊക്കെയോ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, അണമുറിയാതെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ വലിയൊരു ആൾക്കൂട്ടവും തിരക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റയൊറ്റയായ ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആളുകൾ വന്നവർക്കെല്ലാം കാണാനുള്ളൊരു സൗകര്യം എന്നായിരുന്നു. പക്ഷേ അണമുറിയാതെ ആളുകൾ ഒറ്റയൊറ്റയായി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയും നീണ്ടുപോകുമെന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ 11 മണിയാണ് നേരത്തെ നിശ്ചയിച്ച സമയം. ആ സമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങിന് ആരംഭിക്കാൻ സാധിക്കും. ഈ സംസ്കാര ചടങ്ങിലേക്ക്, ഈ ചിതയിലേക്ക് ഭൗതിക ശരീരം എടുക്കുന്നതിനുള്ള ഏറ്റവും ഒടുവിൽ ഉള്ള സമയം ആയിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടിയാണ് ആളുകൾ നിൽക്കുന്നത്. ഈ അന്ത്യയാത്ര എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്രനാൾ അർജുൻ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ ഇനി അർജുൻ്റെ ആത്മാവിന് ശാന്തിക്ക് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മളും പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനാ നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ഒരു വലിയ മനുഷ്യൻ്റെ, നമ്മളെയൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഒരുമയുടെയൊക്കെ സന്ദേശം നൽകിക്കൊണ്ട് മരണാനന്തരം മഹത്വമാർന്നൊരു ഒരു അന്ത്യമായി ഈ അർജുൻ്റെ അന്ത്യം മാറുകയാണ്. പലരും പല ദിക്കിൽ നിന്ന്, പല കോണുകളിൽ നിന്ന് ഇങ്ങോട്ടെത്തിയവരാണ്. അവരാരും പരിചയമുള്ളവരല്ല. അവർക്കാർക്കും കാണാൻ അർജുൻ്റെ ഒരു മുഖം ബാക്കിയുണ്ടായിരുന്നില്ല. പക്ഷെ അവരൊക്കെ ഈ അന്ത്യോപചാര ചടങ്ങിൽ, അവസാനത്തെ ചടങ്ങിൽ ഒന്ന് വന്ന് കാണണം, ഈ വീടൊന്ന് കാണണം, ഈ വീട്ടുകാരെ ഒന്ന് കാണണം, ഈ ചടങ്ങിലൊന്ന് പങ്കെടുക്കണമെന്ന് കരുതി എത്രയോ ദൂരത്തുനിന്ന്, കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും തിരൂരിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നവരുണ്ട്. ഈ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും വിരളമെങ്കിലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അത്രമേൽ വികാരവായ്പോടുകൂടി, അത്രമേൽ ഹൃദ്യമായ രീതിയിൽ ഒരു യാത്രയയപ്പ് അർജുൻ അർഹിച്ചിരുന്നു. അതേ അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് മലയാളക്കര, ഈ മലയാളി സമൂഹം അർജുന് നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഹൃദ്യമായ യാത്രയയപ്പ്, ഏറ്റവും വികാരവായ്പോടുകൂടിയുള്ള യാത്രയയപ്പ് അർജുൻ ഇതാ ഈ ചടങ്ങിൽ അവസാനിക്കുന്നു. അർജുൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ചിതയിലേക്ക് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുക്കാൻ പോകുന്നു. അർജുൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കാനുള്ള സമയമാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനത്തെ ആളും കാണുക എന്നുള്ളതാണ്. അവസാനത്തെ ആളും ആ വരിയിലേക്ക് കടന്നു നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു. അവരെല്ലാം ഇനി ഒന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ഈ വന്നു ചേർന്നതിൻ്റെ ഒരു ഉദ്ദേശം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ആത്മനിർവൃതിയോടുകൂടി മടങ്ങും. കാരണം ഈ ചടങ്ങിലൊന്ന് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഓരോ ദിക്കിൽ നിന്നും, ഓരോ കോണിൽ നിന്നും എത്തിച്ചേർന്നവരാണ്. അവരെല്ലാം ഇപ്പോൾ അവരുടെ അർജുന് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടി അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ മടങ്ങിപ്പോകുന്നതും സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടാണ്. ഈ കണ്ണാടിക്കല വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചേർന്നവരാരും നേരത്തെ ഈ വീട്ടുമുറ്റത്ത് വന്ന് അർജുനെ ഒരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണ്. അർജുനൻ്റെ മുൻപരിചയമില്ലാത്തവരാണ്. പക്ഷേ കഴിഞ്ഞ 70 ദിവസം കൊണ്ട് അർജുൻ ഏറ്റവും വേണ്ടപ്പെട്ടവരായി തീർന്നവരാണ്. അവനെ കാണാൻ വേണ്ടി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ ആളുകളൊക്കെ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇതാ ഓരോരുത്തരും അവസാനിച്ചു എന്ന് കരുതുന്ന വരിയിലേക്കാണ് ഒറ്റയും
ഒറ്റയൊറ്റയായി ആളുകൾ കടന്നു വരുന്നത്. അവരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, അവരെല്ലാം ഇങ്ങോട്ടേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2-3 മണിക്കൂറായി ഈ സ്ഥിതിയിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവരെല്ലാം ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ചോദ്യം ഇത് അവസാനിപ്പിക്കാനുള്ള, പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. ഇപ്പോൾ എം കെ രാഘവൻ MP, അതുപോലെ KM അഭിജിത്ത് തുടങ്ങി തോട്ടത്തിൽ രവീന്ദ്രൻ MLA തുടങ്ങിയവരെല്ലാം അതാ മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നതിനുള്ള അവസാനത്തെ സമയത്ത് അവർ കയറി നിൽക്കുന്നു. അവർ ഈ മൃതദേഹം ചിതയിലേക്ക് എടുക്കാൻ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.